Figure 5.27 line L and M are intersected by the transversal T. അപ്പോൾ എല്ലിനെ എമ്മിനെയും ട്രാൻസ്വേഴ്സൽ ടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആംഗിൾ എ ഈസ് 120 ആൻഡ് ആംഗിൾ എഫ് ഈസ് 70. ആർ ലൈൻസ് എൽ ആൻഡ് എം പാരലൽ ടു ഈച്ച് അതർ. എല്ലും എമ്മും പാരലൽ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആംഗിൾ എ 120 തന്നിട്ടുണ്ട്, ആംഗിൾ എഫ് 70 തന്നിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും പാരലൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു രണ്ട് ലൈൻസ് പാരലൽ ആകുന്നത് എപ്പോഴാണ്? പാരലൽ ആകണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആകണം? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ലൈൻസ് പാരലൽ ആണ് എന്ന് പറയാം. അതുപോലെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലൈൻസ് പാരലൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇതിനകത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ എന്താണ് എന്ന് തന്നിട്ടുണ്ട്? 120 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ ലീനിയർ പെയർ ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി ആണ്. ആംഗിൾ എ നമുക്ക് എന്താണ് എന്ന് തന്നിട്ടുണ്ട്? 120 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ എയുടെ പ്ലേസിൽ ഞാൻ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും? 180യിൽ നിന്ന് 120 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? എന്ത് വരും? 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ ബി നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ എഫും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ, ആംഗിൾ എഫിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ആംഗിൾ ബി. അപ്പോൾ എല്ലും എമ്മും പാരലൽ ആണ് എങ്കിൽ ആംഗിൾ ബി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ എഫ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ആംഗിൾ ബി 60യും ആംഗിൾ എഫ് 70യും ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു ആംഗിൾ എഫ്, രണ്ടും ഈക്വൽ അല്ല. ദെയർഫോർ ലൈൻ എൽ ആൻഡ് എം ആർ നോട്ട് പാരലൽ ടു each other as the corresponding angles formed by the transversal T are not equal to each other. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് എല്ലും എമ്മും എന്തല്ല? പാരലൽ അല്ല. ഓക്കെ, ഇവിടെ റീസൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇത് എഴുതണം കേട്ടോ. therefore L and M are not parallel to each other. ഓക്കെ, L and M are not parallel to each other. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടൊന്നുകൂടെ എഴുതി കാണിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ 3. ഇൻ ഫിഗർ 5.28 പാരലൽ ലൈൻസ് എൽ ആൻഡ് എം ആർ ഇൻ്റർസെക്റ്റിംഗ് ബൈ ദ ട്രാൻസ്വേഴ്സൽ ടി. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലും എമ്മും എന്താണ്? പാരലൽ ലൈൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ 3 ഈസ് 50 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ 6? അപ്പോൾ ആംഗിൾ 350 ആണ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ 6 എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കാത്ത ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ഈ രണ്ട് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ ആംഗിൾ എ എന്നും ആംഗിൾ ബി എന്നും എടുക്കുന്നു. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഓൾവേസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി. ഈ ഒരു പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഓൾവേസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി. അത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും കേട്ടോ. അതായത് ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ അകത്ത് വരുന്ന ഈ രണ്ട് ആംഗിൾസ് ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലായിരിക്കണം. ഇങ്ങനെ വരുന്ന ഈ രണ്ട് ആംഗിൾസിൻ്റെ സം 180 ആയിരിക്കും. അതേപോലെ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആംഗിൾ 50 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 6 എന്തായിരിക്കും? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു
180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 3 നമുക്ക് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 50 ഡിഗ്രിയും ആംഗിൾ 6ഉം കൂടെ ചേരുന്നതാണ് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 6 എന്തായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്ത് വരും? 130 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ആംഗിൾ 6 എന്ന് പറയുന്നത് എത്രയാണ്? 130 ഡിഗ്രിയാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡാണ്. ആംഗിൾ 3യും ആംഗിൾ 2ഉം കൂടെ ലീനിയർ പെയറാണ് അല്ലേ. ആ ഒരു മെത്തേഡും നമുക്ക് ചെയ്യാം. അപ്പോൾ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ ആണെങ്കിൽ ആംഗിൾ 2 എന്തായിരിക്കും? 180യിൽ നിന്ന് 50 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 130 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 2 130 ആണെങ്കിൽ ആംഗിൾ 6 എന്തായിരിക്കും? 130 ആയിരിക്കും. കാരണം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലൈൻസ് പാരലൽ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലൈൻസ് പാരലൽ ആണ് എന്നല്ലേ. സോ ആംഗിൾ 2 ആൻഡ് ആംഗിൾ 6 ആർ ഈക്വൽ, ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ആംഗിൾ 6 കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ.